പെട്ടു ഗൈസ്, നമ്മള് പെട്ടു. നമുക്ക് കാണാൻ പറ്റുന്നില്ല, കേറാനും പറ്റുന്നില്ല. പേടിയാ, അയ്യോ അമ്മനെ കടിക്കാം, അമ്മനെ കടിക്കാം. റോസ് ഗോൾഡ്, അത് തന്നെ റോസ് ഗോൾഡ് പോലെ പല കളറില്ലേ. ഇതിപ്പോ ഒരു ബ്ലാക്കും മെറൂൺ, ഈ കോപ്പർ ടിഷ്യൂല് മ്യൂറൽ പ്രിന്റ് വരുന്നതാണ്. പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് കുഞ്ഞപ്പന്റെ ലാസ്റ്റത്തെ എക്സാം ആണ് കേട്ടോ. 4 എക്സാമാണ് ടോട്ടൽ ഉള്ളത്. ഇനോൺ ബോർഡ് കുഞ്ഞപ്പന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൻ എക്സാം എഴുതി വെച്ച് എക്സാം എഴുതിയാ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനോണിന് പനിയായിരുന്നു കേട്ടോ. അപ്പൊ അവനെ ഇന്നും ഇന്നലെയൊക്കെ ചേച്ചി എക്സാം എഴുതിപ്പിച്ചിട്ട് വേഗം കൊണ്ടുപോന്നു. അപ്പൊ കുഞ്ഞപ്പനും പനിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് വേഗം എക്സാം എഴുതിപ്പിച്ചിട്ട് കൊണ്ടുപോകാം. ബാ കുഞ്ഞമാടാ. അപ്പൊ ഒന്നും എടുക്കണ്ടല്ലോ ടീച്ചർ, ഒന്നും കൊണ്ടുപോകണ്ടെന്നാ പറഞ്ഞത്. പെൻസിലും റബ്ബറും ഒക്കെ ടീച്ചറിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ആ വാച്ച് എന്തേ, കൂട്ടുകാരന്റെ വാച്ച് എന്തേ? ആ വാച്ച് കൊടുത്തേക്കാം. ആ ചെറിയ ഇതിന്റെ അകത്താന്ന് തോന്നുന്നു. ഇറങ്ങിക്കോ. കുഞ്ഞപ്പൻ ഇന്നലെ കൂട്ടുകാരന്റെ വാച്ചും കിട്ടിയാണ് സ്കൂളിലേക്ക് വന്നത്. അതിൻ്റെ അകത്ത് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അത് തന്നെ എടുത്തോ. ഇതിന്റെ വാച്ചല്ലേ അതവന് കൊടുക്കണേ. നല്ലോണം എഴുതണം കേട്ടാ. ആ മിസ്സേ, ഇതിന്റെ വാച്ച് ഉണ്ട് കേട്ടാ, വായിച്ചു കൊടുത്തേക്ക്. ഗായ്സ്, അങ്ങനെ കുഞ്ഞപ്പന്റെ എക്സാം കഴിഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഒരുപാട് ഒരു 5-6 പിള്ളേർക്കെങ്കിലും പനിയാണ് കേട്ടോ. 5-6 പിള്ളേരൊന്നും അല്ല. എന്നിട്ട് അമ്മമാരിങ്ങനെ കൊണ്ടുവന്ന് എക്സാം എഴുതിപ്പിച്ചിട്ട് വേഗം കൊണ്ടുപോകണവരെ. പനിയാകുമ്പോൾ ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ കുഞ്ഞപ്പനെ യൂണിഫോം ഒക്കെ ഇട്ടാണ് ഞാൻ കൊണ്ടുപോയത്. ID കാർഡൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പ് ആവേണ്ടത്. 2 മിനിറ്റിനുള്ളിൽ പരീക്ഷ തീർന്നു കേട്ടോ. സിമ്പിൾ ആയിരുന്നു GK. അപ്പൊ കുഞ്ഞപ്പൻ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അവരോട് തന്നെ ചോദിക്കാം. സൂപ്പർ അല്ലേ, ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ മിസ് പറഞ്ഞു അവൻ കൊടുത്തപ്പോ തന്നെ വേഗം തന്നെ എല്ലാം എഴുതി തന്നെന്ന് പറഞ്ഞേടാ. ഈ മാത്സ് ദ ഫോളോയിങ് ആണ് കൂടുതലും വരുന്നത്. LKGയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ എന്തോ. ആ ഗുഡ് ഹാബിറ്റ്സ് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ആയിരുന്നു ഗൈസ്. ഗുഡ് ഹാബിറ്റ്സ് ടിക്ക് ഇടണം, ബാഡ് ഹാബിറ്റ്സ് ഇൻഡു ഇടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. അതെല്ലാം അവൻ അറിയാം, അതൊക്കെ വേഗം ചെയ്തു. കുഞ്ഞപ്പന് മാറാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ കാറിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞപ്പൻ എവിടെയെങ്കിലും നിർത്തി ഒന്ന് കാറിലിരുന്ന ഡ്രസ്സൊക്കെ മാറ്റിക്കണം. നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാ കുഞ്ഞപ്പ? എങ്ങോട്ടാ പോണേ? ഉടുപ്പെടുക്കാൻ, അതായത് മാവേലിയുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. പള്ളൂരത്തിലാണ് ഗൈസ് മാവേലിയുടെ ഡ്രസ്സ്. നാളെ ഓണപ്പരിപാടിയാണ്. നാളെ കൊണ്ട് കുഞ്ഞപ്പന്റെ സ്കൂളൊക്കെ പൂട്ടും. പിന്നെ ഓണം വെക്കേഷനാണ്. അപ്പൊ മാവേലിയുടെ ഡ്രസ്സ് റെന്റിന് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ വെറുതെ പൈസ കൊടുത്താലും നമുക്ക് മറ്റേ കുടയുണ്ടല്ലോ, മാവേലിയുടെ കുടയൊന്നും നമുക്ക് കിട്ടത്തില്ല ഓൺലൈൻ വഴി എന്നാണ് ഞാൻ നോക്കിയപ്പോ കണ്ടത്. അപ്പൊ ഞാനോർത്ത് റെന്റിന് എടുക്കാന്ന്. ദൈവമേ, മൊത്തം പൂവാണേ, പൂ വിൽപ്പനയാണ്. മൊത്തം പൂ, മുല്ലപ്പൂ അല്ലാത്തവോ ഒരുപാട് പൂ മേടിക്കാൻ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇവിടെ ഇല്ലാത്ത പൂവൊന്നുമില്ല. ഓണം പ്രമാണിച്ച് നിറയെ പൂവാണ് കേട്ടോ. ഞാലിപ്പൂവൻ ഏത്ത 2.5 കിലോ 100 രൂപയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സാധനമൊക്കെ കാണാനും മേടിക്കാനൊക്കെ. ഒരുപാട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പൂക്കള് കണ്ടില്ലേ. ഓണം പ്രമാണിച്ച് ഒരുപാട് സാധനമുണ്ട് ഇവിടെ. ആ തേങ്ങയൊക്കെ ഉണ്ട്. കുഞ്ഞപ്പനും തേങ്ങയൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ നമ്മൾ ആ വാടകയ്ക്ക് കൊടുക്കുന്ന കട കണ്ടുപിടിച്ചു കേട്ടോ. അപ്പൊ ആ ചേച്ചി റോട്ടി വന്ന് നിന്നു. അവരുടെ കട തുറന്നിട്ടില്ലായിരുന്നു. അവർക്ക് കടയാണ് അവിടെ പള്ളുരുത്തിയിൽ. എന്നിട്ട് നമ്മളെ കട തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. തൊട്ട് പുറകിൽ തന്നെ അവരുടെ വീടുണ്ടായിരുന്നു. അവിടെ ചെന്ന് മഹാബലിയുടെ സാധനങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇതൊക്കെയാണ് എടുത്തു തന്നത്. കുറച്ച് എന്താ പറയുക, കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പഴയതായിരുന്നു കാണാൻ. എനിക്ക് തോന്നുന്നു ഈ ഓണമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഈ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും. അപ്പം നല്ലതെല്ലാം അവർ കൊടുത്തു തീർന്നു. അപ്പം ഇത് ബാക്കി ഇരുന്നതാണോ എന്നറിയില്ല. പിന്നെ നമ്മൾ എന്താണെങ്കിലും കുഞ്ഞപ്പന് കറക്റ്റ് ആണോ എന്നൊക്കെ ഇട്ട് നോക്കിയാണ് വാങ്ങിച്ചത് കേട്ടോ. അതുപോലെ അരപ്പട്ട, പിന്നെന്തെന്നാ ഷോള്, രാജാവിന്റെ കിരീടം, കയ്യിൽ കെട്ടുന്ന സാധനം, എല്ലാം കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഹാബലി ഓടക്കുഴല്, മഹാബലിക്ക് ഇതില്ല പിന്നെ ഇതൊക്കെ ഉള്ളത്. ഇത് രണ്ടോ റിസ്കിന്റെ അവിടെ മഹാബലി അല്ലയോ മഹാബലി. അവിടെ മഹാബലിയുടെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ നമ്മൾ നേരെ പോയത് എറണാകുളത്ത് തന്നെയുള്ള ദർബാർ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ. അവിടെ ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാണ് നമ്മൾ അവിടെ എത്തിയത്. ആലപ്പുഴയിലാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു മറൈൻ എക്സ്പോ, പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ കാണാൻ പോണതിൻ്റെ അന്ന് ആണ് അറിഞ്ഞത് ഡേറ്റ് കഴിഞ്ഞു പോയി, അവർ അവിടെ നിന്ന് പോയി എന്നുള്ളത്. അപ്പോൾ ഇപ്പം എന്താണെങ്കിലും ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുഞ്ഞപ്പന് ഭയങ്കര ആഗ്രഹം പോയി കാണാൻ. അങ്ങനെ ഞങ്ങൾ പോയതാണ് കേട്ടോ കാണാൻ. ഇതേ മഹാരാജാസ് കോളേജ് കണ്ടില്ലേ ഗൈസ്? ഇതാണ് നമ്മുടെ എറണാകുളം മഹാരാജാസ് കോളേജ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ് ഇവിടെ പഠിക്കണമെന്ന്, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ സുഭാഷ് പാർക്ക്. കുഞ്ഞുപോയി മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചാറ്റ മഴ തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ചായ കുടിക്കണം ഗൈസ്. ഭയങ്കര തലവേദന, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര എന്ന് വെച്ചാൽ അത്രയും തലവേദനയായിട്ടിരിക്കുകയാണ്. ചായ കുടിച്ചാലേ എനിക്കിനി എന്ത് ഉഷാറുണ്ടാവുള്ളൂ.
എറണാകുളം ദർബാർ ഗ്രൗണ്ട് എന്നാണ് ഗൈസ് ഈ ഗ്രൗണ്ടിൽ പറയുന്നത്. ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. 60 രൂപ 2 മണിക്കൂറത്തേക്ക് 60 രൂപ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് നമ്മളിത് പാർക്ക് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഉള്ളിലെ. ദർബാർ ഗ്രൗണ്ട് എന്നാണ് ഈ ഗ്രൗണ്ടിന്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. പാർക്കിംഗ് ഫീ ഒക്കെ കൊടുത്ത് പാർക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല മഴ. ശരി, ഒരു കുട എടുത്ത് വണ്ടി ഇടേണ്ടതായിരുന്നു. കുഞ്ഞപ്പന് ബുദ്ധി വിമാനം. അവൻ പറയണ അവന് മാവേലിയുടെ നമ്മൾ റെന്റിനെടുത്ത കുട ഇവിടെ പുറകെ ഇരിപ്പുണ്ടല്ലോ, അതും കൊണ്ട് പോയാലോ. നല്ല ഐഡിയ ആണ്. അവര് നമ്മളോട് 1000 രൂപയാണ് കേട്ടോ വാങ്ങിച്ചത്. അതായത് 500 രൂപ വാടകയും 500 രൂപ സെക്യൂരിറ്റി ആയിട്ട് ഈ ഡ്രസ്സ് വാടക എടുക്കാൻ പോയ ചേച്ചി. അപ്പൊ ഇനി നമ്മൾ നാളെ വൈകിട്ട് പരിപാടി കുഞ്ഞപ്പനെ മത്സരം കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴേക്കും 500 രൂപ നമുക്ക് തിരിച്ച് തരും അവര്. അപ്പൊ 1000 രൂപ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ആ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തു. ഒരുപാട് കാറും ബൈക്കും ഒക്കെ ഉണ്ട്. ബൈക്കിനും കാറിനും ഓരോ വണ്ടിക്കും ഓരോ പാർക്കിംഗ് ഫീ ആണ് കേട്ടോ. അപ്പൊ കാറിന് 30 രൂപയാണ് 1 മണിക്കൂർ അവിടെ കാർ ഇടുന്നതിന്. നമ്മൾ 2 മണിക്കൂർ പറഞ്ഞുകൊണ്ട് 60 രൂപ വാങ്ങിച്ചു. അതിനിടയ്ക്ക് കുഞ്ഞപ്പൻ ദേ പ്രാവിന്റെ പുറകെ ഓടി. കുഞ്ഞപ്പനെ പ്രാവിനൊക്കെ ഉണ്ട്, ഒരുപാട് പ്രാവ് ഉണ്ടായിരുന്നു. അപ്പൊ പ്രാവിനെ കൈകൊട്ടി ഓടിക്കാൻ പോയതാ ആ പറക്കുന്ന കാണാൻ വേണ്ടി. ബാ നമുക്ക് പോകാന്നൊക്കെ കാണാം. അങ്ങനെ നമ്മൾ സമാധാനത്തിൽ വണ്ടി പാർക്ക് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് നേരെ തിരുവോരങ്ങളിലൂടെ നടക്കുകയാണ് നമ്മുടെ മറൈൻ എക്സ്പോ കാണാൻ വേണ്ടി. നോക്കിക്കേ, മഴ കാരണം സെറ്റുമുണ്ട് സെറ്റ് സാരി എല്ലാം ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ കൂത്താമ്പുള്ളി ഇല്ലേ, നമ്മുടെ സെറ്റുമുണ്ടും സെറ്റ് സാരിക്കൊക്കെ ഭയങ്കര വില കേട്ട സ്ഥലം, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവർ ഇവിടെ ഇട്ട് വിൽക്കുന്നതാണ്. നല്ല വിലക്കുറവിലാണ് കേട്ടോ വിൽക്കുന്നത്. സാധാരണ നമ്മുടെ കടകളിൽ കിട്ടുന്നതിനേക്കാളും വില കുറവാണ് കേട്ടോ. നമ്മൾ പെട്ടു ഗൈസ്, നമ്മൾ പെട്ടു. നമുക്ക് കാണാൻ പറ്റുന്നില്ല, കയറാനും പറ്റുന്നില്ല. വൈകുന്നേരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. രാവിലെ കറക്റ്റ് 11 മണിക്ക് നമ്മൾ അവിടെ എത്തിയതാണ്. അപ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുന്നത്. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരാ പറഞ്ഞത് 2 മണിക്ക് ഉച്ചയ്ക്ക് ഇത് തുടങ്ങുള്ളത്. എന്നിട്ട് ഒരു 9-10 മണി വരെ 9-9:30 വരെയൊക്കെ രാത്രി ഉണ്ടാവും എന്ന് തോന്നുന്നു. പക്ഷെ അപ്പൊ നമ്മൾ ഈ 2 മണി വരെ എന്ത് ചെയ്യാനാണ്? നമ്മൾ 11 മണിക്ക് ചെന്നും പോയി. അപ്പൊ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കാന്ന് ഓർത്തപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ സമ്മതിക്കുന്നില്ല. ആ ചെറിയ പനിയുള്ളത് കൊണ്ടേ അവന് ഭയങ്കര സങ്കടം, കാണാൻ പറ്റിയില്ല. അവന് 2 മണിക്ക് തുറക്കുമെന്നൊന്നും പറഞ്ഞിട്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അതേ ബെഡ്ഷീറ്റൊക്കെ നോക്കിക്കുക, നല്ല അടിപൊളി ഒന്നാന്തര ഫാമിലി കോട്ട് ബെഡ്ഷീറ്റാ. അത് ഭയങ്കര വലിപ്പമാണ്. അതിന് 500 രൂപ ഉള്ളു കേട്ടോ. നമ്മൾ ഓണം പ്രമാണിച്ച് എല്ലാ ഓണക്കോടിയും ബെഡ്ഷീറ്റ് സകലതും എല്ലാം വാങ്ങിച്ചു പോയി ഗൈസ്. അല്ലായിരുന്നെങ്കിൽ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചേനെ. നിങ്ങളവിടെ പോവുകയാണെങ്കിൽ അത് വാങ്ങിക്കണം കേട്ടോ. അത് കഴിഞ്ഞതേ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഒരു ഹോട്ടലിലേക്കാണ് കയറിയത്. അപ്പം ഞാൻ രാവിലെ ചായ കുടിച്ചു. കുഞ്ഞപ്പൻ്റെ അച്ഛനാണെങ്കിൽ ഒന്നും കഴിക്കാണ്ടാണ് ഇറങ്ങി വന്നത്. അപ്പം എനിക്ക് ദോശയൊന്നും വേണ്ട, എനിക്ക് വെറുതെ ചായ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ദേ പുറത്തെ കടയിൽ നിന്ന് ചായ കുടിക്കുകയാണ്. നമ്മൾ ഈ ദോശ കഴിച്ച ഹോട്ടലിൽ ചായയും കോഫിയും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനും മോനും കഴിക്കുന്നത് നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചായ വാങ്ങിച്ചു കുടിച്ചു. അടിപൊളി മസാല ദോശയായിരുന്നു കേട്ടോ. ചേട്ടൻ ഇപ്പോഴും വീട്ടിൽ വന്നിട്ട് എന്നെ അത് പറഞ്ഞ് കൊതിപ്പിക്കും. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ ദർബാർ ഗ്രൗണ്ടിലേക്ക് തന്നെ പോയി ഗൈസ്. അല്ലാണ്ട് എങ്ങോട്ട് പോകാനാണ്? ഈ നട്ടുച്ചയ്ക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. നമ്മൾ 60 രൂപ കൊടുത്ത് പാർക്കിംഗ് ഫീയും കൊടുത്തിട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തൊക്കെ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം ആ ഒരു ദർബാർ ഗ്രൗണ്ടിൽ പോയിരുന്നു. അവിടെ കിടന്നു, തണലൊക്കെ ഉള്ള സ്ഥലം നോക്കിയിരുന്നു. അത് കഴിഞ്ഞത് 2 മണിയായപ്പോൾ കുഞ്ഞപ്പനാണെങ്കിൽ എൻ്റെ പൊന്നെ കരച്ചിലും ബഹളോ എൻ്റെ വാച്ചിലും ഫോണിലും മാറി മാറി നോക്കുകയാണ് കേട്ടോ 2 മണിയായോന്ന്. അങ്ങനെ 2 മണിക്ക് ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ നമ്മൾ അവിടെ എത്തി. 120 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന്. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, ഫ്രീ ആണ് അവർക്ക്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫിഷസ്, മീനുകളാണ് കേട്ടോ. നമ്മുടെ അക്വേറിയത്തിൽ ഫിഷസ് ഇല്ലേ, അതൊക്കെയാണ്. അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇത് ഗോൾഡ് ഫിഷാണ്, ഇത് വലിയ ഗോൾഡ് ഫിഷാണ്. ഇതിന് കുറെ ഫിഷിന്റെ പേരെനിക്കറിയില്ല, പക്ഷെ കാണാൻ നല്ല എത്ര ഫിഷ് ടാങ്ക് ആണെന്നറിയാവോ? അതിൻ്റെ അകത്ത് എന്തോരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനുകളാണ്. പല വലിപ്പത്തിൽ, പല നിറത്തിൽ, പല ഷേപ്പിലൊക്കെ എന്തോരം മീനുകൾ. ഇതിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൻ്റെ പേരൊന്നും അറിയില്ല. ഇത് നോക്കിക്കേ, ബ്ലൂവും പിന്നെ യെല്ലോ കളറും. ബ്ലൂവും യെല്ലോ മാത്രമുള്ളൊരു ഫിഷ് ടാങ്കാണ്. ഈ മീൻ മണ്ണ് തിന്നുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളറിലെ മീനാണ്, നല്ല വലിയ മീനാണ്. ഇവന്മാരുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. മണ്ണ് നിന്നിട്ട് അത് തുപ്പിയിടാണ്.
ചില മീനൊക്കെ നമ്മുടെ അടുത്തോട്ട് വരും, നമ്മളോട് എന്തോ പറയാനുള്ള പോലെയൊക്കെ നമുക്ക് തോന്നും. ഈ മീൻ അങ്ങനെ ഒരു മീനായിരുന്നു കേട്ടോ. ഞാൻ അതിനൊരു ഉമ്മ കൊടുക്കാൻ നോക്കി. അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ടാങ്കിൽ ഒരുപാട് പല കളറിൽ അതേ കണ്ടില്ലേ മീനുകൾ, പല കളർ മീൻ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുന്നു. അത് കാണാൻ നല്ല രസമായിരുന്നു, കളർഫുള്ളായിരുന്നു. തലയുടെ മുകളിൽ കൂടി മീനുകളൊക്കെ പോണ നോക്കിക്കേ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു ഗൈസ്. ഇത്രയും കണ്ട മീനുകളിൽ എൻ്റെ ഫേവറേറ്റ് മീനുകൾ ഇതായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, നേരിട്ട് കാണാൻ ഗൈസ് എന്തൊരു ഭംഗിയാണെന്നോ. ഇങ്ങനെ വൈറ്റ്, റെഡ്, ഓറഞ്ച്, ബ്ലാക്ക് എല്ലാം വലിയ മീനുകളാണ്. അതുങ്ങളെല്ലാം കൂടി അതിൽ കിടക്കണതിൻ്റെ ഒരു ഭംഗിയോ, എനിക്കിപ്പോഴും ഈ വീഡിയോ കാണുമ്പോഴും ഭയങ്കര ഒരു സന്തോഷം തോന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഇത്തിരി കുഞ്ഞൻ മീനുകളുണ്ട്. ഒരാളെ കാണിച്ചു തരാം കേട്ടോ. ഇയാളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും വന്നത് തന്നെ. കാണിച്ചു തരാം. മത്സ്യകന്യകയാണ് കേട്ടോ. നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് കഥകളിലൊക്കെ മാത്രം കേട്ട് വളർന്ന മത്സ്യകന്യക. നമ്മൾ ചെല്ലുമ്പോൾ വെള്ളത്തിന് മുകളിൽ നിൽക്കായിരുന്ന ആള്, എനിക്ക് തോന്നുന്നു ആ കണ്ണട എന്തോ തുടയ്ക്കാനോ പിടിക്കാനോ മോളിൽ പോയി നിന്നാണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ അതേ കുഞ്ഞപ്പം ടാറ്റയൊക്കെ കൊടുത്തു. കുഞ്ഞുമക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. കണ്ടില്ലേ ബബിൾസ് വരുന്നത്. സത്യം പറഞ്ഞാൽ അവരെ സമ്മതിക്കണോ അല്ലേ, എത്ര നേരമാണ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നിൽക്കുന്നത്, ശ്വാസമൊന്നും എടുക്കാൻ പറ്റാതെ. ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് പോകും ശ്വാസം എടുക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സ്ക്യൂബ ഡൈവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ ചെയ്യുന്നു. പുള്ളിയുടെ കയ്യിൽ ഓക്സിജൻ സിലിണ്ടറൊക്കെ ഉണ്ട്. പുള്ളിക്ക് മുകളിലേക്ക് പോയി ശ്വാസം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഈ മത്സ്യനെ കണ്ട് ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് സ്ക്യൂബ ഡൈവറിനെ കാണാൻ പോയി. നോക്കിക്കേ, മീൻ കുഞ്ഞിനെ പോലെ തന്നെ ഇല്ലേ, കാലിൽ മറ്റേ മീനെ പോലത്തെ സാധനമൊക്കെ ഉണ്ട് ഗൈസ്. സ്ക്യൂബ ഡൈവർ ഇങ്ങനെ നിറയെ ഇങ്ങനെ ബബിൾസ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പനാണെങ്കിൽ ബബിൾസ് വിടുന്ന ഇപ്പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അവർ ചില്ലിൻ്റെ ഉള്ളിലല്ലേ, വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കൈ വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കേട്ടോ. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. മീനുകളും അതുപോലെ മത്സ്യകന്യൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അതിൽ കൂടുതലുണ്ടായിരുന്നു. കണ്ടില്ലേ, ബെഡ്, കട്ടില്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ അടിപൊളി കാഴ്ചകളാണ്. അലമാരകൾ അതെല്ലാം ഓഫറിൽ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ ഇതെന്ത് എന്തെന്നൊക്കെ ആയിരുന്നു? തേന് മുളക് പുളി അല്ലേ, 100 രൂപ ഒരെണ്ണത്തിന്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഗൈസ്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ മാങ്ങയല്ലേ? ചേനയാ? ചേനച്ചാറോ? ഞാൻ കേട്ടിട്ടുണ്ട് ചേനച്ചാറ്. 80 രൂപ അല്ലേ? കൊള്ളാം ചേനച്ചാറ്. പിന്നെ എന്താ, കാന്താരി മുളകും മാങ്ങയും കൂടി അരച്ചതാണ് ഗൈസ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര എരിവൊന്നുമില്ല, എന്നാലും അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. ഈന്തപ്പഴം ഇതാണ് ഈന്തപ്പഴം. ഇത് ഈന്തപ്പഴ അച്ചാറ്. ഒരുപാട് ടൈപ്പ് അച്ചാറുണ്ട്. ഈ ഇരിക്കുന്ന മൊത്തം അച്ചാറാണ് കേട്ടോ. എന്തൊക്കെ അച്ചാറുള്ളതെന്ന് ഞാൻ മുളക് കാണിച്ചത്. വിവിധ അച്ചാറുകൾ: മുളക്, വെളുത്തുള്ളി, ഉപ്പ്, നാരങ്ങ, ചേന, നാരങ്ങ, മാങ്ങ, ക്യാരറ്റ് മിക്സ്, ചെറി ഉണ്ട്, ഈത്തപ്പഴം, കിസ്മിസ്, ചെമ്മീൻ, പച്ചമുളക്, കിസ്മിസ്, ഈന്തപ്പഴം എല്ലാം ഉണ്ട്. ഒരുപാട് ഇനം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ ഇതിൻ്റെയൊക്കെ വില എങ്ങനെ? 100 രൂപ. എല്ലാ തൈക്കും എല്ലാം 100 രൂപയാണ് കേട്ടോ. തൈകൾക്ക് 100 രൂപയ്ക്ക് നല്ലതാണെന്ന് തോന്നുന്നു. എല്ലാം കാരണം നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ഒരുപാട് പൂച്ചെടികളൊക്കെ ഉണ്ട്. 100 രൂപയെന്ന് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അടുത്ത് കാണാൻ വേണ്ടി. കണ്ടില്ലേ, ഇതൊക്കെ അമ്മമാരൊക്കെ കാണുവാണെങ്കിൽ അവരൊക്കെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകും, ഈ ചെടിയോട് ക്രേസ് ഉള്ളവര്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ പച്ചക്കറിയോട് ഇഷ്ടമുള്ളവർക്ക് അതുണ്ട് കേട്ടോ. പച്ചക്കറിയുടെ വിത്തുകളാണ്, ഒരുപാട് വിത്തുകളൊക്കെ ഉണ്ട്. ഒരു ഒരു പൂന്തോട്ടം പോലെ ഉണ്ടല്ലോ എല്ലാം കൂടി വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കൊണ്ടാട്ടം മുളക്, ക്യാപ്സിക്കം ബോള്, കോളിഫ്ലവർ, ക്യാബേജ്, ചെടി, മുരിങ്ങ, മല്ലിയില, അതിൻ്റെ എല്ലാത്തിൻ്റെയും വിത്തുകളുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്. കമ്മലുകളൊക്കെ കണ്ടില്ലേ, നമ്മൾ ജീൻസിൻ്റെയും ടോപ്പിൻ്റെ അങ്ങനെ പല പല ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നത്. ചില കടകളിലൊക്കെ ചെന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടത്തില്ല. മോഡൽ ഇതിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല ഗൈസ്, അത്രയധികം മോഡൽസ് ഉണ്ടായിരുന്നു കേട്ടോ കമ്മലുകളൊക്കെ. ഞാൻ കുറേ നേരം കമ്മൽ നോക്കിയിരുന്നു, പക്ഷെ ഞാൻ കമ്മലൊന്നും വാങ്ങിച്ചില്ല. നോക്കിക്കേ, ഒരുപാട് വെറൈറ്റി കമ്മലുകളുണ്ട്. പെൺകുട്ടികളൊക്കെ ചെന്നാൽ കൊതിച്ചു പോകും. അതുപോലെ വേറെ കുറച്ച് സാധനം കാണിച്ചാൽ, ഇത് നമ്മൾ കുപ്പി കഴുകുന്ന സംഭവമാണ് കേട്ടോ. കുപ്പിയുടെ ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെ കഴുകാൻ പാടായിരിക്കുമല്ലോ. അതുപോലെ നമ്മുടെ പൈപ്പിലൊക്കെ കണക്ട് ചെയ്യുന്ന സംഭവങ്ങൾ, കണ്ണാടി, അതെല്ലാം അങ്ങനെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന വേറൊന്നുമല്ല. ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകും, അവിടെ എന്തൊക്കെയുണ്ട് എന്നറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതേ ടോയ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ടോയ്സിൻ്റെ പലതരം കടകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇത്രയധികം കടകൾ ഇതിൻ്റെ അകത്തുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. കുഞ്ഞപ്പൻ അതിൻ്റെ ഇടയ്ക്ക് ടോയ്സ് എല്ലാം ഇങ്ങനെ കളിച്ചും നോക്കിയും കണ്ടും ഒക്കെ നടന്നു കേട്ടോ. അവസാനം അവനൊരു ക്ലേ ആണ് വാങ്ങിച്ചത്. 100 രൂപയുടെ ഒരു പാക്കറ്റ് പല ക്ലേ ആണ് വാങ്ങിച്ചത്. സെറ്റി കവറാ? ഓ, സെറ്റി കവറാണല്ലേ. എന്ത് റേറ്റ്? 10 എണ്ണം
10 എണ്ണം 400 രൂപ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ കൂത്താമ്പുള്ളിയിൽ നിന്ന് ഇവർ നേരിട്ട് കൊണ്ടുവന്ന് ഇവിടെ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ. സെറ്റ് സാരികളും സെറ്റ് മുണ്ടും എല്ലാം ഉണ്ട്. ഭയങ്കര ഓഫറിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സാരികളൊക്കെ ഒന്ന് വിതർത്തി കണ്ടു നോക്കാം. നിങ്ങളിപ്പോൾ ഇവിടെ ഈ മറൈൻ എക്സ്പോ കാണാൻ വരുവാണെങ്കിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ വാങ്ങിക്കാം. കാണിച്ചു തരാമേ. ഇത് കോപ്പർ ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. അടിപൊളി ഗൈസ്. ഇത് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ കോപ്പർ ടിഷ്യൂല് മ്യൂറൽ പ്രിന്റ് വരുന്നതാണ്. അടിപൊളി സാരി, അടിപൊളി അടിപൊളി. വേറെ കുറച്ച് സാരി ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇത് എന്നാടാ, ഇത് ഗോൾഡൻ ടിഷ്യൂല് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഹെവി വർക്കാണ്. ആ ശരിയാണ്. ബോഡി മൊത്തം ഈ വർക്ക് ഉണ്ടല്ലേ. ഓ എൻ്റെ പൊന്നും, അടിപൊളി ഗൈസ്. ബോഡി മൊത്തം ഈ എംബ്രോയിഡറി വർക്ക് വരുന്ന സാരിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അജ്രക്കിന്റെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സാരിയാണിത്. ഇതുപോലെ പല കളറില്ലേ. ഇതിപ്പോ ഒരു ബ്ലാക്കും മെറൂണും ഇതുപോലെ ഒരുപാട് കളറുണ്ട് കേട്ടോ. ഓ ഇതിന്റെ ഉള്ളിൽ ബ്ലൂ വരുന്നുണ്ട്, ബ്ലൂ കളർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നാണെങ്കിൽ ഇത് കൊള്ളായിരുന്നു. എപ്പോഴാണെങ്കിലും കൊള്ളാം. പച്ചയും ഗോൾഡൻ ടിഷ്യൂല് പച്ചയും ഓറഞ്ചും എല്ലാം കൂടി വരുന്നതാണ്. സെറ്റും ഉണ്ടാണല്ലേ. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഒരു പേസ്റ്റൽ ഗ്രീൻ കളറൊക്കെ ഇതിൻ്റെ അറ്റത്ത് വരുന്നുണ്ട്. ഒരുപാട് ഷെയ്ഡുണ്ട് ഗൈസ്. ഓ ഇതൊരു രക്ഷയില്ല ഗൈസ്. ചേട്ടാ ഇതിനെന്താ പറയണ? റോസ് ഗോൾഡ്. അത് തന്നെ റോസ് ഗോൾഡ്. അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. എന്ത് റേറ്റ് വരും ചേട്ടാ ഈ റോസ് ഗോൾഡിന്? 850 വരും അല്ലേ. സെറ്റും ഉണ്ടല്ലേ 850. കൊള്ളാം. നമ്മുടെ ഇവിടെ സാധാരണ കടകളിൽ ഇത് 850 കിട്ടുമോ? ഇല്ല. നിങ്ങൾക്ക് മാത്രമല്ല ഇത് 850 കൊടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് ശരിയാണ്. ഇത് 850 രൂപയ്ക്ക് അടിപൊളിയാണ്. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. നല്ല കളർ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇത് എന്തോരം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. റോസ് ഗോൾഡിൽ തന്നെ പ്രിന്റ് വരുന്നത്. സെറ്റും മുണ്ടും അറ്റത്ത് പ്രിന്റ് വരുന്നത് അല്ലേ. ഇത് മുണ്ട്. ആ കൃഷ്ണന്റെ ആ പ്രിന്റ് ഒന്ന് എടുത്ത് കാണിച്ചാൽ മതി. നേരിയത്. ഓക്കെ, കണ്ടില്ലേ റോസ് ഗോൾഡിൽ തന്നെ പ്രിന്റ് വരുന്നത്. ഇത് ഈ ഇരിക്കുന്നത് മുഴുവൻ റോസ് ഗോൾഡ് സെറ്റ് മുണ്ടിൽ പ്രിന്റ് വരുന്നതാണ് കേട്ടോ. ഓണക്കോടി എടുത്ത് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളിവിടെ ചെല്ലുന്നതും ഇതെല്ലാം കാണുന്നതും. അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇവിടുന്നേ വാങ്ങിക്കുള്ളൂ കേട്ടോ. നമ്മൾ വാങ്ങിക്കാതെ പോവില്ല. അത്രയും അടിപൊളിയാണ്. ഇത് അവിടുത്തെ ഫ്ലെക്സിൽ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂത്താമ്പുള്ളി കൈത്തറിക്കട. അപ്പോൾ വേണ്ടവർ ആ നമ്പറിലേക്ക് വിളിച്ചാലും മതി കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നേരിട്ട് നോക്കി വാങ്ങിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബെഡ് കവർ, സെറ്റി കവർ, കൈത്തറി തോർത്ത്, കൈത്തറി ഒറ്റമുണ്ട് ഒരുപാടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കുമ്പോൾ ഈ ഒരു കോട്ടൺ സെക്ഷൻ, ആ കിടക്കുന്ന പാൻറ് കണ്ടില്ലേ, ഒരു രക്ഷയില്ല ഗൈസ്. അതൊരു പാൻറ്റിന് 250 രൂപയോ മറ്റോ ആണ് കേട്ടോ. ഇത് ഈ പാൻറ്റുകൾ എന്ത് കോട്ടൺ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാൻറ്റാണ്. ഈ പെൻസിൽ പാൻറ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പാൻറ്റാണ് ഗൈസ്. ഒരുപാട് കളറുകളുണ്ട്. അതുപോലെ ആ ചേട്ടൻ്റെ കടയിലുള്ള കോട്ടൺ ടോപ്പുകൾ ഒരു രക്ഷയില്ല. ഇതിൻ്റെ 2 പീസ് 500. അതായത് പാൻറ്റും ടോപ്പും കൂടിയാണോ? 2 കുർത്തി 500 കേട്ടല്ലോ. സിംഗിൾ ആയിട്ട് നമുക്ക് തരും. 250 രൂപയുള്ള ഒരു കുർത്തിക്ക് നിങ്ങൾ ആ കോട്ടൺ ആ മെറ്റീരിയൽ ഒന്ന് പിടിച്ച് നോക്കണം. അടിപൊളി മെറ്റീരിയലാണ്. ഈ ചേട്ടൻ്റെ ഫേസ് ഓർത്ത് വെച്ചോ കേട്ടോ. അവിടുത്തെ കളക്ഷൻ നോക്കിക്കോ. ആ കിടക്കുന്ന മൊത്തം കോട്ടൺ ആണ് ഗൈസ്. അവിടെ അട്ടിക്ക് വെച്ചിരിക്കുന്ന എല്ലാം കോട്ടൺ ടോപ്സ് ആണ്. എല്ലാം 250 ഒരുപാട് പേര് 4ഉം 5ഉം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല എനിക്ക് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഭയങ്കര കുറ്റബോധം, വാങ്ങിച്ചില്ലല്ലോ എന്നോർത്ത്. ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങൾ ഇതെല്ലാം കാണിക്കുന്നതിൻ്റെ ധൃതിക്ക് എനിക്ക് വേണ്ടി വാങ്ങിക്കാൻ വിട്ടുപോയി. ഇത് നല്ല കോട്ടൺ ആണ് കേട്ടോ. ഏത് സൈസ് വേണമെങ്കിലും ഏത് കളർ വേണമെങ്കിലും ചേട്ടൻ അവിടെ ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞ എടുത്ത് കാണിച്ചു തരും. ഖാദി കോട്ടൺ ആണ് കേട്ടോ. അടിപൊളി മെറ്റീരിയൽ. ഇത് എന്ത് മെറ്റീരിയലാ ഷോള്? ഖാദി സിൽക്ക് മെറ്റീരിയൽ. എത്ര വരും? 350 ഷോൾ പെർ ഷോൾ അല്ലേ. ഇതെല്ലാം ഷോള് ടോപ്പ് പാൻറ് സെറ്റ് അല്ലേ. എത്ര സെറ്റിന്? 1000 രൂപയ്ക്കാണ് കേട്ടോ. ഈ ഒരു നല്ലതാണ് ഗൈസ്. അതായത് പാൻറ്റും ടോപ്പ് ഷോളും കൂടി ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. സെറ്റിന് 1000 രൂപയെ വരുന്നുള്ളൂ. സാരിക്കൊക്കെ എന്ത് പ്രൈസ് വരും ചേട്ടാ? ഇത് ഒരു സാരിക്ക് 1800. ലിനൻ കോട്ടൺ സാരി. സത്യം പറയാൻ ഗൈസ് 1800 രൂപയ്ക്ക് ഇത് നമുക്ക് നഷ്ടം പറയാനൊന്നും പറ്റത്തില്ല. അത്രയും പിടിച്ചു നോക്കും പറയാം. അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ. കുഞ്ഞെ ഇതെന്താടാ? ഹായ്, നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ചിരാത്. ഇത് എത്രയാ? 100 രൂപ. നല്ല മണം വരുന്നുണ്ട്. ഇവിടെ മൊത്തം അങ്ങനത്തെ സാധനങ്ങളാണ്. ഇൻസെക്ട്സ് ഔട്ട്സ്, പനേക്കൊന്നും എന്താ ഇൻഡസ്ട്രി ബാലരാമപുരം, കുന്തിരിക്കം, പുൽത്തൈലം അങ്ങനത്തെ സാധനങ്ങളാണ്. വസ്ത്രങ്ങളുടെ കറ പോകുന്ന മരുന്ന് ഇവിടെ ലഭിക്കും. അച്ഛേ കറ പോകുന്ന മരുന്ന് ഇവിടെ ലഭിക്കുമെന്ന്.
ഡ്രസ്സിന്റെ കറ പോകും. അത് വൈറ്റ് ഡ്രസ്സിന്റെ കറ പോകുന്ന മരുന്നായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതേ നടന്നപ്പോൾ കാണുന്നതാണ് അക്വേറിയത്തിൽ ഇടുന്ന കല്ലാണെന്ന് തോന്നുന്നു ഗൈസ്. അതെല്ലാം കല്ലുകളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചിലതൊന്നും കല്ലുകളൊന്നും അല്ല, എന്തോ കഴിക്കുന്ന സാധനമൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ പയറ് പോലെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ കൂടുതലും അക്വേറിയത്തിൽ ഇടുന്ന കല്ലുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ ചേട്ടനോട് ചോദിക്കാൻ പറ്റില്ല. ആ ചേട്ടൻ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വേഗം പോയി. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മറ്റേ ബോംബെ ചേട്ടന്മാർ നിറയെ അച്ചാർ വിൽക്കുന്നതാണ്. എൻ്റെ ദൈവമേ, ഇത് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അപ്പം തന്നെ കുറച്ച് ചോറ് കിട്ടിയിരുന്നെങ്കിൽ വേഗം ഇതിൽ നിന്ന് കോരിയിട്ട് കഴിക്കാൻ തോന്നും. നോക്കിക്കേ, ബീഫ് അച്ചാർ, ബീഫ് ഫ്രൈ വെച്ചിട്ട് അച്ചാറിട്ടൊക്കെ നോക്കിക്കേ. ഒരുപാട് പല 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 സാധനങ്ങൾ വെച്ച് വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ. ബക്കറ്റ് നിറയാണ്. നോക്കിക്കേ, വലിയ വലിയ ബക്കറ്റ് നിറച്ചാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. കുറേ പേര് മേടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ഞാനൊരു അച്ചാർ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചില്ലേ, മറ്റേ തേനും പുളിയും ഉപ്പും കൂടി ഇട്ട് ഒരു ചെറിയ ടിന്നിൽ അച്ചാർ. ആ അച്ചാർ ഞാൻ വാങ്ങിച്ചായിരുന്നു. ഇത് ക്യാരറ്റ് അച്ചാറാണ്. ആ കോരി കൊടുക്കുന്നത് ക്യാരറ്റ് അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഒരു ചേച്ചി നിന്ന് വാങ്ങിക്കുന്ന കണ്ടതാണ്. എന്തൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്? റോസ്റ്റ് ചെയ്തതാണ്, വേപ്പിലൊക്കെ ഇട്ടല്ലേ. ഇത് എന്ത് 100 ഗ്രാം എത്ര വില? 100 ഗ്രാം 100 രൂപ. 1 ഗ്രാമിന് 1 രൂപ അല്ലേ? അത് കൊള്ളാൻ കശുവണ്ടിക്ക് നല്ല വിലയല്ലേ. അതര കാലങ്ങളിലെ വിഭവങ്ങൾ, പച്ചക്കറികൾ കൊണ്ടുള്ള വറ്റലുകൾ, പാവയ്ക്ക, പടവലങ്ങ, ചേമ്പ്, ചേന, കാവത്ത് എന്താ ചേട്ടാ? കാച്ചിലോ, ക്യാരറ്റ്, ബീട്രൂട്ട്, എന്തോ കാവത്തെന്നല്ലേ പറയാ. പയറ്, വെണ്ടയ്ക്ക, കടല എല്ലാം വറുത്തതാണ്. ഇതൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെ വെറുതെ തിന്നാൻ പറ്റത്തില്ലല്ലോ. വെറുതെ തിന്നല്ലേ. ഇത് നമ്മളിനി വീട്ടിൽ കൊണ്ടുപോയിട്ടൊന്നും ചെയ്യുന്നു വേണ്ടല്ലോ. ഒന്നും ചെയ്യണം. അടിപൊളി. ഇത് ലേസ് പോലെ ഉണ്ടല്ലോ കാണാൻ. ഇതെന്താ സാധനം? ലേസ് ആണോ? ഉരുളക്കിഴങ്ങ്. ഗൈസ്, എൻ്റെ ഒരു കോലായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരുപാട് കോട്ടൺ കുർത്തീസ്, ഇവിടെ ഒരുപാട് സ്റ്റോളുണ്ട് കേട്ടോ. കോട്ടൺ കുർത്തീസിൻ്റെ ഒരുപാട് സ്റ്റോളുണ്ട്. ചേട്ടാ, ഇതിന് എന്താ റേറ്റ് വരും? 500 ഒരു കുർത്തിക്ക്. നല്ല കോട്ടൺ കുർത്തിയാണ്. അപ്പോൾ എല്ലാത്തിനും 500 റേറ്റ് വരുന്നുണ്ട്. ടോപ്പിനൊക്കെയാ 350. ഈ ടോപ്പിന് 350 അല്ലേ? കോട്ടൺ അല്ലേ? ആ, നല്ല കോട്ടനാണ്. ഇതിനെല്ലാത്തിനും ക്രോപ്പ് ടോപ്പിനൊക്കെ 350. എല്ലാത്തിനും 350. ഗൈസ്, നല്ല ടോപ്പുകളാണ് കേട്ടോ. എല്ലാം 350. നല്ലത്, നല്ല കോട്ടൺ. ഇതിനെത്രയാ? 450. അടുത്തത് ഫോൺ കവേഴ്സിൻ്റെ ഒരു സ്റ്റോളാണ് കേട്ടോ. ഒരുപാട് ഫോൺ കവേഴ്സ് ഉണ്ട്. ഇത്രയും ടൈപ്പ്, ഇത്രയും ഡിസൈൻ, വെറൈറ്റി ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. ഇതേ ചേച്ചിമാരൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കൂടി നിൽക്കുന്ന കണ്ടില്ലേ. മറ്റൊരു സ്റ്റോൾ ഇതാണ്. കുഞ്ഞു കുട്ടികളുടെ ഒരുപാട് കുർത്താസൊക്കെ ഉണ്ട് കേട്ടോ. വലിയ ആൾക്കാരുടെ ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നു അടിപൊളി കേട്ടോ. നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. നല്ല ഒന്നാന്തരം ഖാദി കോട്ടൺ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ കോട്ടൺ ഷർട്ട്. ജയ്പൂർ കോട്ടൺ ഹാഫ് നൈറ്റി, ഹാൻഡ്ലൂം കോട്ടൺ നൈറ്റി. ഇത്രയധികം നൈറ്റിയുടെ കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായത്. ഓ, അടിപൊളി കോട്ടൺ കഫ്താൻ നൈറ്റി, ജയ്പൂർ കോട്ടൺ, കലങ്കാരി കോട്ടൺ നൈറ്റി. ഒരുപാട് നൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്നതെല്ലാം നല്ല അടിപൊളി നൈറ്റീസ് ആണ് ഗൈസ്. ചേട്ടാ, നൈറ്റീസ് സ്റ്റാർട്ടിങ് ഫ്രോം 350. കോട്ടൺ നൈറ്റീസ് 350. 350 രൂപയാണ് കേട്ടോ നൈറ്റിക്ക്. അത്രയും അടിപൊളി മെറ്റീരിയലാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നതൊക്കെ. ഡിഫറെന്റ് കളേഴ്സ്. ടീഷർട്ട്, ഷോർട്സ് ഒക്കെ അല്ലേ? സ്റ്റാർട്ടിങ് എത്ര ഏട്ടാ? 150 മുതൽ ഉണ്ട്. ലേഡീസ്, കിഡ്സ് എല്ലാവരുടെയും ഉണ്ടോ? മെൻസ് എല്ലാം ഉണ്ട്. ഏതെടുത്താലും 20 രൂപ. ഏതെടുത്താലും 20 രൂപ കട ഗൈസ്. ഹായ്, പണ്ടത്തെ മിഠായി അല്ലേ ചേട്ടാ? ഇതൊക്കെ പണ്ടത്തെ മിഠായി. ഇത് പുളിമിഠായി അല്ലേ? പുളിമിഠായി. ഇതെന്ത് മിഠായി? ഇത് മിഠായി ആണ്. കണ്ടിട്ടേ മനസ്സിലായില്ല ഗൈസ്. ഇതെല്ലാം പണ്ടത്തെ മിഠായിയാണ് കേട്ടോ. ഒരുപാട് പണ്ടത്തെ മിഠായികളുണ്ട്. ഇതെല്ലാം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന മിഠായികളാണ് കേട്ടോ. ഇതൊന്നും ഇപ്പം എവിടെയും കാണാനില്ല ഗൈസ്. ഇതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോളുകളിൽ വരുമ്പോഴേ ഉള്ളൂ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതേ കോയിൻ ചേട്ടാ, ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇതൊക്കെ ഇപ്പം കാണാനില്ലല്ലോ. ഇതൊക്കെ ഇതിന് എത്ര രൂപ പാക്കറ്റ്? 20. എല്ലാം 20 രൂപയാണ് ഗൈസ്. ഈ മിഠായികൾക്ക് ഇതൊക്കെ പണ്ട് 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ മെയിൻ സാധനമായിരുന്നു. അടിപൊളി ഗൈസ്, അടിപൊളി. ഒരുപാട് മിഠായി ഉണ്ട് കേട്ടോ. ഒരുപാട് മിഠായി. ഈ മിഠായികളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുക. മറ്റേ ജെല്ലി മിഠായി ഉണ്ട്. ഈ മിഠായിയൊക്കെ ഒരുപാട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കഴിച്ചതാണ്. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ മറന്നുപോയി. ഒരുപാട് മിഠായി ഉണ്ട്. ചേട്ടാ, അലമാരിക്ക് ഓഫർ ഉണ്ടോ? എന്താ ഓഫർ? 13 രൂപ. കണ്ട് അടിപൊളി. ഇതൊക്കെ ഗൈസ് ഓഫറാണ്. 13,000 രൂപയാണ് ചേട്ടൻ പറയുന്നത്. 13 രൂപ എന്ന് പറഞ്ഞാൽ അതാണ്. എന്നെ കണ്ടില്ലേ? നല്ല എന്തോ വിത്ത് ഡെലിവറി. ഓക്കെ, അപ്പോൾ ഫ്രീ ഡെലിവറി ആണ് ഗൈസ്. എല്ലാം കൂടിയാണ് ഈ 13 രൂപ. എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഗൈസ്? അലമാരിയുടെ ഉൾവശം നോക്കാം.
ഇതാണ് ഒരു അലമാരി. എടാ കയറി ഇരിക്കില്ലേ 13,000 രൂപയുടെ അലമാരിയാണ് ഗൈസ്. അടിപൊളിയല്ലേ? എന്തോ ഇവിടെ നമുക്ക് മറ്റേ ഷർട്ടോ അതെല്ലാം ഹാങ് ചെയ്യാൻ പറ്റും. എത്രയാ ഇതിന്? എത്രയാ? 7,000 രൂപ അല്ലേ? 7,000 രൂപ. 7,000 രൂപയ്ക്ക് കൊള്ളാം. അടിപൊളി. ഇതൊരു 7,000 രൂപയുടെയാണ്. ഇതിന് എന്താ പറയാ നമ്മള്? ഡ്രസ്സിംഗ് ടേബിൾ. അത് തന്നെ. ഓ, ചെരുപ്പുകളൊന്നും ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിൽ കാണാത്ത ടൈപ്പ് ഒരുപാട് ചെരുപ്പുകളാണ് ഗൈസ്. സാധാരണ നമ്മൾ കടയിലൊക്കെ ചെല്ലുമ്പോൾ കാണാത്ത ടൈപ്പ്. നോക്കിക്കേ, ഇതൊക്കെ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ? നല്ല അടിപൊളി ചെരുപ്പുകളൊക്കെയാണ് കേട്ടോ. എനിക്ക് എന്നെ കണ്ടിട്ട് കൊതി വരുന്നുണ്ടോ. പൊള്ളി സാധനം, അടിപൊളി. ഇതിനൊക്കെ റേറ്റ് എന്ത് വരുമെന്ന് ഞാൻ ചോദിച്ചു നോക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ട് ചെരുപ്പിൻ്റെ ഒക്കെ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. കേൾക്കണ്ട, ഇത് ഒരു രക്ഷയില്ല. ഇത് അടിപൊളി, ഇത് നല്ല രസമുണ്ട്. ചേട്ടാ ഈ ചെരുപ്പിന് എത്രയാ? ഹലോ, ചേച്ചി ഇല്ല പറഞ്ഞോ. ഇതിന് എത്രയാ ചെരുപ്പിന്? 600. ഇതെല്ലാം 600ആ സ്റ്റാർട്ടിങ്. എല്ലാം സെയിം റേറ്റ് അല്ലല്ലോ. 600 കുറഞ്ഞതൊക്കെ ഇല്ലേ? കുറഞ്ഞതില്ലേ സ്റ്റാർട്ടിങ്? ഓക്കെ. യെസ് അതിന് കണ്ടപ്പോൾ മനസ്സിലായി. അടിപൊളി ഗൈസ്. കോട്ടൺ പലാസോയാണ് കേട്ടോ. ഇത് 3 പീസ് 500 രൂപയെന്ന് പറയുമ്പോൾ ഒരെണ്ണം 250 രൂപയുടെ പകുതി. 250 രൂപയുടെ പകുതി എത്ര വെച്ചാൽ 130 അല്ല 125 അത്രയേ ഉള്ളൂ കേട്ടോ. 125 രൂപയ്ക്കൊക്കെ ഇത് നല്ലതാണ് ഗൈസ്. നമ്മുടെ അവിടെ ഇത് 125 രൂപയ്ക്കൊന്നും കിട്ടൂല. ഒരുപാട് കളക്ഷൻ. 3 പീസ് 500 രൂപ അല്ലേ? ഒരുപാട് ടോപ്പുണ്ട്. അത് 3 പീസ് 500 രൂപയുടെ ടോപ്പാണ് കേട്ടോ. വീട്ടിലിടാൻ പറ്റുന്ന കോട്ടൺ ടോപ്പുകളല്ലേ ഏട്ടാ? കോട്ടൺ അല്ലേ? കോട്ടൺ ടോപ്പാണല്ല. കോട്ടൺ ടോപ്പ് അല്ലാണ്ടുള്ള ട്രെൻഡി ടോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 400, 450, 350, 300 ആ റേഞ്ചൊക്കെയാണ് എല്ലാ ടോപ്പും. പല വിലയാണ് പല ടോപ്പിന്. ഗൗണുകളൊക്കെ ഉണ്ടായിരുന്നു. ഗൗൺസിനൊക്കെ ഒരു 800 രൂപയ്ക്ക് കണ്ടില്ലേ? ഈ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ 800 രൂപയുടെ നല്ല അടിപൊളി ഗൗൺസ് ആണ് ഗൈസ്. അതൊക്കെ ഉണ്ടായിരുന്നു. പാൻറ്റും ഷോളും ടോപ്പും കൂടിയുള്ള അതേ ചുരിദാർ സെറ്റ് എല്ലാം തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ, റെഡിമെയ്ഡ്. അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് എന്താണിതെന്ന് ഞാൻ മറന്നുപോയി. ഒരുപാട് വറകളാണ്. അത് എന്തിൻ്റെ വറയായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിക്കണ്ട. അത് നമുക്ക് കഴിക്കാൻ വേണ്ടി അവരവിടെ സാമ്പിൾ വെച്ചിരിക്കുക. ആ ഇൻഡക്ഷൻ കുക്കറിൽ നല്ല എണ്ണയിൽ ആ ചേട്ടൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ. എടാ, സിംഹത്തിന് ആ ടൈഗറിനെ വായിൻ്റെ കൈയിട്ട് നോക്കി. കടിക്കണുണ്ടോ? കുഞ്ഞിനെ കടിക്കണുണ്ടാ? കടിക്കും. ഫ്രെയിമിൻ്റെ റേറ്റ് ഒരുപാട് ഫ്രെയിം. കുതിരയുണ്ട് നല്ല കുതിര. ആ താഴെ ഇടരുത്, സൂക്ഷിച്ചു വെക്കണം. അവിടെ ഒരുപാട് ഫ്രെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ. 3D മാത്രമല്ല 5D ഒക്കെ ഉണ്ട് ഗൈസ്. ഈ സിംഹത്തിന്റെ വായിലൊക്കെ നമ്മൾ തൊട്ടാൽ അതിന്റെ വായിലേക്ക് നമ്മുടെ കൈ പോണ പോലത്തെ ഫീൽ തോന്നും കേട്ടോ. അതുപോലെ കുതിരയുടെ വായിലൊക്കെ തൊട്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. അതുപോലെ 5D ആയിട്ടുള്ള ഇതൊക്കെയാണുള്ളത്, ഫ്രെയിംസ് ഒക്കെയാണുള്ളത്. കല്യാണം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. അവിടെ ചേട്ടനോട് അഡ്ജസ്റ്റ് ചെയ്ത് തരാനൊക്കെ പറഞ്ഞാൽ മതി. പുള്ളി കുറച്ചൊക്കെ തരും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പരിപാടിയും ഫംഗ്ഷൻസും ഒന്നും ഇനി ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല അവിടെ നിന്ന്. അത് കഴിഞ്ഞ് നടക്കുമ്പോൾ കത്തികളാണ്. 50 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് 350, 400 പല വിലയുടെ കത്തികളുണ്ട് കേട്ടോ. അടിപൊളി കത്തികളാണ്. ഈ കട ചക്കരയുടെ കടയാണ്. ചക്കരയുണ്ട്, നല്ല ഒന്നാന്തര അവലൂസ് പൊടി ഉണ്ട് കേട്ടോ. അവലൂസ് പൊടിക്ക് ആ ഒരു പാക്കറ്റിന് 200 രൂപയാണ് അവർ പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ വാങ്ങിക്കാൻ. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് അവലൂസ് പൊടിയാണ്. തൊട്ടടുത്ത് അത്തറിൻ്റെ സ്പ്രേയുടെ ഒക്കെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇത് ഇപ്പം അടിച്ചു നോക്കുന്ന ആ വലിയ സ്പ്രേയില് അതിന് 490 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അയ്യോ ചേട്ടാ റേറ്റ് ആണല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോളെ അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, എന്തൊക്കെയോ അതിൻ്റെ അകത്ത് സവിശേഷതകളൊക്കെ പറഞ്ഞു എന്നോട്. സംഭവം അടിപൊളിയാണ്. കുഞ്ഞിപ്പാ, അതെന്താ ഡൈനോസറാ? എൻ്റെ മുന്നിൽ ലൈറ്റ് തെളിയുന്ന ഡൈനോസർ ആണല്ലോ. നമുക്ക് പേടിയാ. അയ്യോ, അമ്മനെ കടിക്കാം. നോ. സൂപ്പർ. എല്ലാ പട്ടിക്കുട്ടന്മാരും ഒരുമിച്ച് തല കുലിക്കുന്നുടാ. എല്ലാരും ഒരുമിച്ച് തല കുലിക്കുന്നു. നമുക്ക് പിന്നെ വാങ്ങിക്കാം. ബാ, ഒരു മറ്റേ ക്ലേ വാങ്ങിച്ചല്ലോ, അത് മതിയല്ലോ. ഡൈനോനെ അവിടെ വെച്ചേക്ക്. ബാ. ഞാൻ ഓർത്തു അത് വേണമെന്ന് പറഞ്ഞ് കുഞ്ഞിപ്പം വാശി പിടിക്കുമെന്ന്. ഒരു ക്ലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവന് കളിക്കാനേ. അപ്പോൾ അത് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞപ്പോൾ ആളത് അവിടെ വെച്ച് കേട്ടോ. അപ്പോൾ 3 ചവിട്ടി 100 രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കുന്ന കണ്ടില്ലേ. ഒരുപാട് ബാഗുകൾ 250, 300, 350 അങ്ങനെ ഒരുപാട് ടൈപ്പ് ബാഗുകൾ, ചവിട്ടികൾ എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് അവിടെ വന്നാൽ അവരോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാനൊക്കെ പറഞ്ഞാൽ മതി. നോക്കി പേശിയൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം. ജെഗിൻസിനൊക്കെ 100 രൂപയാണ്. ഈ കിടക്കുന്ന എല്ലാ ജെഗിൻസുകളാണ്. ലെഗിൻ അല്ല കേട്ടോ, നമ്മൾ ഗേൾസിൻ്റെ ജെഗിൻസ് ആണ്. അതിന് 100 രൂപ.
എല്ലാം കട്ട് ചെയ്തല്ലോ വെണ്ടയ്ക്ക ഇതിന്റെ ഉള്ളിലോട്ട് ചേട്ടൻ അരിയണത് വീട് പയറൊക്കെ കൈ കൊടുക്കുന്ന പീസാണ് 4 എന്തോ കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല കപ്പാക്കിയാണ് ഇതിന്റെ തൊഴിലാളികൾ സവോളക്കണെങ്കിൽ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിലോട്ട് വെച്ചാൽ ഓംലെറ്റിനൊക്കെ പൊടിക്കണേ കട്ട് ചെയ്ത് പീസ് തിരിച്ച് വയ്ക്കാൻ പൊടിച്ചെടുക്കണേ ഇതുപോലെ പൊടിച്ചെടുക്കാനായിരിക്കും ജില്ലയിൽ കൊടുക്കുന്നെങ്കിൽ ജില്ലയിൽ കട്ട് ചെയ്ത് വേസ്റ്റില്ലാതെ വാലസില്ലാതെ ഫുള്ളായിട്ട് 100 രൂപ. അതെടുത്തോ കേട്ടോ ഒരെണ്ണം നല്ല എടുത്തോ ഗൈസ്. സംഭവം അടിപൊളിയാണ്. ഞാൻ കുറെ നാളായി മേടിക്കണമെന്ന് വിചാരിക്കണം. ഇപ്പൊ ചേട്ടൻ അരിഞ്ഞ് കാണിച്ചപ്പോൾ കൊള്ളാല്ലേ ചേട്ടാ? ഇത് പെട്ടെന്ന് കേടായി പോകുന്നില്ലല്ലോ. എത്ര നാളെ നിൽക്കും? ഓക്കെ, അപ്പൊ ചേട്ടൻ അടിപൊളിയാണ് ഗൈസ്. അത് നമ്മൾ മേടിച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചു ഗൈസ്. അപ്പൊ എല്ലാം കണ്ടു കഴിഞ്ഞു. നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടു കാണും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പുറത്തുണ്ടെന്ന് മനസ്സിലായത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് നമ്മൾ അധികം കറങ്ങി നിൽക്കുന്നില്ല. ഇവിടെ ഒരുപാട് റൈഡ് ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ കളിക്കാൻ. ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഇത് തോക്കാണ്. നമുക്ക് 5 പ്രാവശ്യം വെടിവെക്കാൻ പറ്റും. 50 രൂപ കൊടുക്കണം. 50 രൂപ. നിങ്ങളെല്ലാ പള്ളിപ്പെരുന്നാളും ഉത്സവപ്പറമ്പിലൊക്കെ കാണുന്ന സെയിം സാധനമുണ്ട് ഗൈസ്. അപ്പോൾ ദേ ഒരു കോലമായി കേട്ടോ. നമ്മളപ്പോൾ ഒരു ഡേ ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ആ ഫിഷുകളും അതുപോലെ മറ്റേ മത്സ്യകന്യയും മാത്രം ഉണ്ടെന്നാണ് വിചാരിച്ചത്. കാണാൻ ഒരുപാട് ഐറ്റംസ് നിങ്ങളിപ്പോൾ എല്ലാം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ നോക്കിക്ക് ഇതിലൊന്നും എനിക്ക് കയറാൻ സമയമില്ലെന്നല്ല, കുഞ്ഞപ്പന് ചെറിയൊരു പനിയുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൂടുതൽ നേരം നിൽക്കാത്തത്. ഒരുപാട് റൈഡുകളും ഗെയിംസും നിറയെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഇനി വൈകുന്നേരം ആകുമ്പോഴായിരിക്കും, രാത്രി ഒരു 10 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും കൂടുതൽ പേരൊക്കെ വരുന്നത്. നമ്മളിനി അത്ര നേരം നിൽക്കുന്നില്ല. കുഞ്ഞപ്പൻ നാളെ സ്കൂളിൽ പരിപാടിയൊക്കെ അല്ലേ. അപ്പോൾ വീട്ടിൽ പോകണം. ഇനി അവന് മരുന്നൊക്കെ കൊടുക്കണം. മരുന്ന് കാറിലുണ്ടല്ലേ, മരുന്നൊക്കെ കൊടുക്കണം കേട്ടോ. ചുമയൊക്കെ ഉണ്ട് ആൾക്ക്. ഒരുപാട് ഗെയിംസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വേണം കേട്ടോ. ഇത് 28-ാം തീയതിയോ 29-ാം തീയതിയോ വരെ എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ നിങ്ങൾ വരിക. ഓണത്തിനൊക്കെ ഇവിടെ വേണമെങ്കിൽ വരാം കേട്ടോ. ഓണത്തിന് ഉച്ച കഴിയുമ്പോൾ വേണമെങ്കിൽ ഇവിടെ വരാം നിങ്ങൾക്ക്. ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 2 മണിക്കാണ് കേട്ടോ തുറക്കുന്നത്. 2 മണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ഉച്ചയ്ക്ക് നോർമൽ സാധാരണ ദിവസങ്ങളിൽ 2 മണിക്കാണ് ഉച്ചയ്ക്ക് തുറക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ അവധി ദിവസം ശനി ഞായർ ദിവസമാണെന്ന് തോന്നുന്നു. 11 to ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് അവധി ദിവസം എന്നാണ്. അപ്പോൾ അവധി ദിവസം ശനി ഞായറായിരിക്കുമല്ലോ. ആ ദിവസങ്ങളിൽ രാവിലെ 11 മണി മുതലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ ശനി ഞായറും തന്നെയല്ലേ അവധി ദിവസം എന്ന് ആ ചേച്ചിനോട് ചോദിച്ച് ഉറപ്പ് വരുത്തിയാണ് കേട്ടോ. ബൈ ടാ.